കഴിഞ്ഞ വീഡിയോയിൽ ഇന്ത്യയിലെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രധാന നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു വിവരാവകാശവുമായി ബന്ധപ്പെട്ട നിയമം 2005 ഉണ്ടാക്കിയെന്ന്. അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വിശദമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പരീക്ഷയ്ക്ക് വിവരാവകാശത്തെക്കുറിച്ച് മാത്രമായിട്ട് ചോദ്യങ്ങൾ വന്നു കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, പൊതുഭരണ അധികാര കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നമ്മളെ ഭരിക്കുന്ന അധികാരത്തെക്കുറിച്ച്, അധികാരം കൈയാളുന്നവരെക്കുറിച്ചുള്ള, ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അറിവുകൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക എന്നത് ഇവിടെ ജീവിക്കുന്ന ഏതൊരു പൗരൻ്റെയും അവകാശമാണ്. അത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പൗരൻ്റെ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തങ്ങളെ ഭരിക്കുന്നവർ, തങ്ങൾക്ക് ഭരണ നേതൃത്വം നൽകുന്നവർ, ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ഭരണവിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിവരങ്ങൾ തേടുക എന്നത് ഓരോ പൗരൻ്റെയും അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയാണ് പൗരന്മാർ ഭരണകൂടത്തിൻ്റെ വിവരങ്ങൾ തേടുന്നത്? തങ്ങളെ ഭരിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ തേടുന്നത് എന്തിനു വേണ്ടിയാണ്? വിജയകരവും കാര്യക്ഷമവുമായ ഭരണത്തിന് ഉത്തരവാദിത്വവും സുതാര്യവുമായ ഭരണം ആവശ്യമാണ്. അതിന് ഭരണതലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കണം. ഇതിന് ഇന്ത്യയിൽ പൗരന്റെ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതിനായി 2005 വിവരാവകാശ നിയമം പാസാക്കി. ഈ നിയമം 2005 മെയ് 11 പാർലമെന്റിൽ പാസാക്കി. 2005 ജൂൺ 15 ഇന്ത്യൻ രാഷ്ട്രപതി അംഗീകരിക്കുന്നതോടെ 2005 ഒക്ടോബർ 12 ഈ നിയമം, വിവരാവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു. എന്താണ് വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. പൗരന്മാരെ ശാക്തീകരിക്കുക, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉണ്ടാക്കുക, അഴിമതി തടയുക, നമ്മുടെ ജനാധിപത്യം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുക തുടങ്ങിയതാണ് വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഭരണത്തിൻ്റെ ഉപകരണങ്ങളിൽ ആവശ്യമായ ജാഗ്രത പുലർത്താനും ഭരിക്കുന്നവരോട് സർക്കാരിനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കാനും വിവരമുള്ള പൗരസമൂഹത്തിന് സാധിക്കുകയുള്ളൂ. അതിന് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൗരന്മാർ അറിയിക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് ഈ നിയമം കൊണ്ടുണ്ടായത്. 2005 വിവരാവകാശ നിയമം ഇന്ത്യയൊട്ടാകെ വ്യാപിച്ചിരിക്കുന്നു. പോലീസ്, ജുഡീഷ്യറി എന്നിവയുൾപ്പെടെ എല്ലാ സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം ഇന്റലിജൻസും സുരക്ഷാ ഏജൻസികളും ഒഴികെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇതുകൂടാതെ ഗവൺമെന്റിന്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഗണ്യമായ ധനസഹായം ലഭിക്കുന്ന എല്ലാ സർക്കാർ ഇതര അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. ഏതായാലും വിവരങ്ങൾ ലഭിക്കുന്നതിന് രേഖാമൂലം ഒരു അപേക്ഷ പൊതു അതോറിറ്റിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇമെയിൽ വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എല്ലാ പൊതുമേഖലാ ഓഫീസുകളിലും ഇതിന്റെ ആവശ്യമായ ഉദ്യോഗസ്ഥൻ, വിവരങ്ങൾ കൈമാറുന്നതിന് ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും. അവർ വിവരങ്ങൾ കൈമാറും. നമ്മുടെ നാട്ടിലെ എല്ലാ ഭരണ സംവിധാനങ്ങളിലും, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, വില്ലേജ് ഓഫീസ്, അങ്ങനെ തുടങ്ങിയിട്ട് കളക്ടറേറ്റ്, അങ്ങനെ നിയമ സംവിധാനം പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് വിവരങ്ങൾ ചോദിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, ഈ റോഡിന് എത്ര ഫണ്ടാണ് അനുവദിച്ചത്, ഈ പാലത്തിന് എത്ര ഫണ്ടാണ് അനുവദിച്ചത്, ഇയാൾ എത്ര കാലമായി തുടരുന്നു, അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് വിവരം വേണമെങ്കിലും ഇവിടെയുള്ള പൗരന്മാർക്ക് അറിയാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തികൾക്ക്, നമ്മുടെ നാട്ടിലെ പൗരസമൂഹത്തിന് വിവരങ്ങൾ ചോദിക്കാവുന്നതാണ്. അതിനുവേണ്ടിയാണ് വിവരാവകാശ നിയമം ഉണ്ടാക്കിയത്. അത് ഓരോ പൗരന്റെയും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അത് പഠിക്കുന്നത്.